ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ഒട്ടേറെ ഇതര സംസ്ഥാന തൊഴിലാളികളും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ബീഹാർ സ്വദേശിയായ അരുണിൻ്റെ ഒപ്പം കഴിഞ്ഞിരുന്ന 4 പേർ ഉരുൾപൊട്ടലിൽ പെട്ടു. ഒരാളുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോഴും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആളുകളാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. മലയാളികൾ നിരവധി പേരുണ്ട്. പക്ഷേ ഒപ്പം തന്നെ അവിടെ തോട്ടം തൊഴിലാളികളായ തേയില ഫാക്ടറിയുണ്ട്. ആ ഫാക്ടറിയിൽ തൊഴിൽ ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരായ ആളുകളും നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പലരെയും കാണാതായിട്ടുണ്ട്. അവനെ അപകടത്തിൽപ്പെട്ട് അതിൽ രക്ഷപ്പെട്ട തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ബീഹാർ വൈശാലി പ്രദേശത്തുകാരനായ അരുൺ നമ്മോടൊപ്പം ഉണ്ട്. कैसा है व्हाट हैपेंड? उधर में वो 2 बजे रात में आया पानी. हम लोग 6 आदमी सोया हुआ था. वो पानी आया एक रूम के साथ में वो बह गया. 6 आदमी में मैं अकेला उधर वो गया चाय पत्ती पे वो फेंक दिया पानी के धार पे. फिर मैं निकल के उधर से भागा. दोनों पहाड़ आपस में टकराने के बाद इनका रूम पर अलॉट कर दिया है. ये पूरे चिल्ड्रन सके उधर से लेके मैं हम लोग साउंड करके इधर भागा. ये लोग को बाद में मैं फ़ोन किया तो ये लोग को पता नहीं था. फ़ोन नहीं स्विच ऑफ बोल रहा था. उसके बाद में ये लोग को छोड़ने के बाद में हम गए उधर. तो उसके बाद ये लोग को देखा रूम पूरे प्लेन है. रूम है ही नहीं है. ഇവരെ കൂടെയുള്ള ഒരാളുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. മേപ്പാടിയുണ്ട്. 3 പേര് ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഇവരൊക്കെ തോട്ടം തൊഴിലാളികളാണ്. എസ്റ്റേറ്റിൽ ചപ്പ് പറിക്കുന്ന പണി കാര്യങ്ങളായിട്ട് നടക്കുന്നവരാണ്. അവരെ കുറിച്ച് വിവരം കൊടുത്തിട്ടുണ്ടോ? മിസ്സിംഗ് ആയ ആളുകളെ കുറിച്ച് അധികൃതരോട് പറഞ്ഞിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അവർ നോക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ നമ്മൾ എല്ലാ ക്യാമ്പുകളിലും ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ബോഡികൾ കുറച്ച് നമ്മുടെ താഴ്ന്ന് അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് കുറച്ച് ബോഡികൾ വരാനുണ്ട്. വരുമ്പോൾ ഇവിടെ നമ്മൾ ആൾക്കാരെങ്കിലും ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ DNA ടെസ്റ്റ് കാര്യങ്ങളായിട്ട് എങ്ങനെ അതിൻ്റെ എന്ത് മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് വഴിയും മീഡിയ വഴിയും നമുക്ക് വരാറുണ്ട്. പുതിയ ബോഡി അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇവർ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നുണ്ടോ? നമുക്ക് മെസ്സേജ് വരും. ഇന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളെന്താക്കും 3 സ്ഥലത്ത് നമ്മൾ ബോഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മേപ്പാടി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കാപ്പുങ്കോലി പള്ളിയിലുണ്ട്, അതുപോലെ പിന്നെ മേപ്പാടി കുറച്ച് സാധനങ്ങളുണ്ട്. 1 बज रहा था रात. हम लोग थोड़ा देर पहले उठ के देखे वो पीछे गए तो पीछे से पानी चढ़ रहा था. बाकी ये सब हम लोग का नहीं अथी हुआ. जैसे ही फिर बिछावन पर कर दिए तो वाइब्रेट नीचे से आने लगा. रूम पूरा अथी होने लगा. तो हम लोग देखे कि ऐसी ही पानी उन्हीं की आवाज़ है. फिर आए और माने थोड़ा देर के बाद खूब अथी हो रहा है. तब हम लोग देखे कि नीचे से आवाज़ आया, आदमी से चिल्ला रहा था. तब हम लोग भी बच्चा के अपना लिए रूम में से निकल के भाग चले. फिर 5-6 जब बजा तो नादी के पास कसेली के पेड़ काट के बिछा के और उस पर मैं हम लोग का रस्सी धरा के ये फोर्स वाला आदमी माने एक आदमी करके हम लोग का पार किए इधर और वहाँ से ला के यहाँ हम लोग का धर दिए. തീർച്ചയായും എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതും അത് അവരനുഭവിച്ച അതിന് നേരിട്ട പ്രയാസകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ വിശദീകരിച്ചത്. ഏതായാലും 15ഓളം പേർ അവിടെ ഒരുമിച്ച് പാടിയിൽ എസ്റ്റേറ്റ് തൊഴിലാളികളായി താമസിക്കുകയായിരുന്നു, ഫാക്ടറി തൊഴിലാളികളായി. അതിൽ 4 പേർ ഉരുൾപൊട്ടലിൽപ്പെട്ടു. ഒരാളുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മൃതദേഹങ്ങൾ പുതിയത് കിട്ടുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കളുടെ ആണോ എന്നുള്ള അന്വേഷണം തിരിച്ചറിയാൻ വേണ്ടി ഇവരും പോകുന്നുണ്ടെന്നാണ് അറിയിക്കുന്നത്. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.